എല്ലാവരും ഒരുമിച്ച് ഫുഡെല്ലാം തയ്യാറാക്കുമ്പോഴും നിവിയുടെ കണ്ണുകൾ കൂടെ ധ്രുവിനെ തപ്പുന്നുണ്ടായിരുന്നു. ധ്രുവിൻ്റെയും കണ്ണുകൾ അവളെ തേടുന്നുണ്ടായിരുന്നു. 11 മണിയായപ്പോഴേക്കും ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടു. വൈഷ്ണു വന്നെന്ന് മനസ്സിലായതും മഹാദേവൻ പുറത്തിറങ്ങി അവനകത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നു. ധ്രുവ് അതൊന്നും തന്നെ ബാധിക്കുന്നതല്ലെന്ന പോലെ റൂമിലേക്ക് പോയി. വൈഷ്ണുവിൻ്റെ കണ്ണുകൾ നിവിയെ തേടി നടന്നു. ദക്ഷയെ കണ്ടിട്ട് പോലും അവൻ്റെ മുഖം തെളിഞ്ഞില്ല. നിവി ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് പുറത്തേക്ക് വന്നപ്പോഴാണ് വൈഷ്ണുവിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞത്. അതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിവി ജ്യൂസ് കൊണ്ടുവന്നു ദക്ഷയുടെ കയ്യിൽ കൊടുത്തു. ദക്ഷയുടെ മുഖമൊക്കെ ആകെ ചുവന്നിട്ടുണ്ട്, കൈകൾ വിറയ്ക്കുന്നുണ്ട്. അവൾ വൈഷ്ണുവിന് നേരെ ജ്യൂസ് നീട്ടി. അവൻ അത് മേടിച്ച് കുടിച്ചു. മോനെ, ആതിരയുടെ കല്യാണം തായി ഡേറ്റ് എടുത്തു മഹി കുറച്ചുകൂടി സമയം വേണമെന്നാ ഇപ്പൊ പറയുന്നേ. അതെന്താ? അവനിപ്പോ കല്യാണത്തിന് താല്പര്യമില്ലാത്ത പോലെയാ. അത് കേട്ടാണ് ധ്രുവ് താഴേക്ക് വന്നത്. അതെന്താ അവനിപ്പോ താല്പര്യമില്ലാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിന് ധ്രുവാണ് ഉത്തരം പറഞ്ഞത്. പ്രശ്നമുണ്ടല്ലോ, ഇപ്പൊ അവന് വലിയൊരു പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? അവന്റെ പ്രശ്നം എൻ്റെ ഭാര്യ നിവേദയാണ്. എല്ലാവരും അവൻ അന്തം വിട്ട് നോക്കി. നിവേദ ചതിച്ചതില്ലെന്നറിഞ്ഞപ്പോ ഉള്ള കുറ്റബോധമാണ്. വീണ്ടും ഒരു പ്രതീക്ഷ മുള വന്നപ്പോഴേക്കും ഞാൻ ഈ കുറിപ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ നിവേദ ചതിച്ചല്ലെന്നറിഞ്ഞപ്പോ ആകെ സമനില തെറ്റിയിരിക്കുവാണ് പുള്ളിക്കാരൻ. അത് ശരിയാണ്, നിവിമോളുടെ ജീവിതം സേഫ് അല്ല, ഇവിടെ അവൾ ഓക്കെ അല്ല എന്നൊക്കെ എന്നെ വിളിച്ച് പറയാറുണ്ട്. എന്തോ നിവിമോൾ അവനെ കിട്ടുമെന്ന പ്രതീക്ഷയാണ്. ധ്രുവിനാകെ മുഖം ചുവന്നു. വൈഷ്ണവിന്റെ വായിൽ നിന്ന് കൂടി കേട്ടപ്പോൾ അവന്റെ സമനില തെറ്റുന്ന പോലെ തോന്നി. അവന്റെ മുഖം മാറുന്നെല്ലാം ശ്രദ്ധിച്ചിരുന്നു. നിവി ചെറിയ ഭയത്തോടെ അവന് നോക്കി. ഇനി ദേഷ്യത്തിൽ വൈഷ്ണവിനോട് എന്തേലും കത്തിക്കേറുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പ്രതീക്ഷ, ആ പ്രതീക്ഷയും വെച്ച് അവൻ മാനത്ത് നോക്കി നിന്നാ മതി. നിവേദ്യ ദൂർദക്ഷിന്റെ ഭാര്യയാണ്. പഴയതൊന്നും ഞങ്ങളുടെ ഇടയിൽ വരാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ എന്നിൽ നിന്ന് ഒരു അടി അകലാൻ പോലും നിവേദിക്ക് സാധിക്കില്ല. അതുകൊണ്ട് അവന്റെ പ്രതീക്ഷ ഡ്രാമയ്ക്ക് കളഞ്ഞ് ആതിരെ കെട്ടാൻ പറയും. അതിൽ കുറഞ്ഞ ശിക്ഷയൊന്നും അവൻ അർഹിക്കുന്നില്ല. ധ്രുവ അത്രമാത്രം പറഞ്ഞു ദേഷ്യത്തോടെ പുറത്തേക്കിറങ്ങി. നിവി പെട്ടെന്ന് എന്തോ ആലോചിച്ച പോലെ അവന്റെ പുറകെ പുറത്തേക്ക് ഓടി. ധ്രുവ് വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിരുന്നു. അവൾ വേഗം പോയി അവന്റെ ഫ്രണ്ടിൽ നിന്നു. ധ്രുവ് എന്തെന്ന് പുരികം പൊക്കി ചോദിച്ചു. നിവിടുപ്പിൽ കൈവച്ചു പറഞ്ഞു, ഇത്രയും മസിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എങ്ങും പോയില്ല. ധ്രുവ് അവളെ ഇടുപ്പിൽ പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു. അവൾ അവന്റെ ഷർട്ടിലേക്ക് മുറുകെ പിടിച്ചു. ധ്രുവ് വളരെ ആർദ്രമായി പറഞ്ഞു, ഞാൻ വിട്ടിട്ട് വേണ്ടേ നീ പോകാൻ. നിവിയുടെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു. ധ്രുവ് അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചു. നിവി ആകെ നിന്ന് വിയർക്കാൻ തുടങ്ങി. അവളൊരു പതർച്ചയോടെ പറഞ്ഞു, ആരെങ്കിലും കാണൂ. അവൻ അവളെ വീണ്ടും മുറുകെ പിടിച്ചു. അവനൊന്നും കേട്ടില്ലെന്ന പോലെ വീണ്ടും അവളുടെ കവളിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു. മാളു, അവൾ ഞെട്ടി പറഞ്ഞതും അവൻ വേഗം അവളെ വിട്ടു. അപ്പോഴേക്കും മാളു അവരുടെ അടുത്തെത്താറായിരുന്നു. അവൾ കണ്ടെന്നുറപ്പാണ്. നിവിക്ക് എന്ത് വല്ലാതെയായി. അത് പിന്നെ ധ്രുവനൊന്ന് കോളേജ് വിടുവോ, താമസിച്ചു. ധ്രുവ നിവിയെ നോക്കി. അവൾ മുഖം കൂർപ്പിച്ചിട്ടുണ്ട്. അതിനെന്താ മാളു, നീ വണ്ടിയിൽ കയറിക്കോ. മാളു വേഗം വണ്ടിയിൽ കയറിയിരുന്നു. നിവി മുഖം കൂർപ്പിച്ച് ഇപ്പൊ പൊട്ടുന്ന രീതിയിലായി. ധ്രുവ് കാറ്റിന്റെ വേഗത്തിൽ വന്നു നിവിയുടെ കവിളിൽ ആഞ്ഞുമ്മ വെച്ചു. അവളുടെ കവിളുകൾ കൊഴിഞ്ഞതുപോലെ തോന്നി അവൾക്ക്. മുഖമൊക്കെ ചുവന്നു. ചുണ്ടിൽ നാണത്താൽ പുഞ്ചിരി വിരിഞ്ഞു. ധ്രുവ് എന്നിട്ട് വണ്ടിയിൽ കയറി സ്ഥലം വിട്ടു. അവനുമ്മ വെച്ചെടുത്ത് അവളുടെ കൈകൾ യാന്ത്രികമായി പതിഞ്ഞു. ശ്വാസം പോലും നിന്നതുപോലെ. അങ്ങനെ തന്നെ തിരിഞ്ഞപ്പോഴാണ് ഇത് കണ്ട് കിളിവർ നിൽക്കുന്ന ദക്ഷയെയും വൈഷ്ണവിനെയും കണ്ടത്. നിവിയാകെ ചൂളിപ്പോയി. ദക്ഷ വൈഷ്ണവിനെ പരിസരമെല്ലാം കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കൂട്ടത്തിൽ സംസാരിക്കാമെന്ന് കരുതി. അപ്പോഴാണ് അവിടെ ഉമ്മസീന്. രണ്ടുപേരും കിളി പറന്ന് നോക്കുന്നുണ്ട്. ദക്ഷ വേഗം വൈഷ്ണവിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും നിവി കാറ്റ് പോലെ അകത്തേക്കോടി. ധ്രുവ് കാർ ഓടിക്കുമ്പോഴും അവന്റെ ചുണ്ടിൽ പുഞ്ചിരി തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. അത് തന്നെ മായാലോകത്തെന്ന പോലെ മാള് നോക്കിയിരുന്നു. ദക്ഷയും വൈഷ്ണവും മരത്തിന്റെ ചുവട്ടിൽ പോയി നിന്നു. ശരിക്കും ഇഷ്ടമാണോ എന്നെ? അതോ നിവി പറഞ്ഞുകൊണ്ടാണോ? ഇഷ്ടാണ്. പിന്നെ നിവി പറഞ്ഞുകൊണ്ടും. എന്താ അവളുടെ ദേഷ്യം മാറിയോ? ആദ്യം അവളെ കാണുമ്പോൾ അമ്മ മരിച്ചത് ഓർമ്മ വരും, അതായിരുന്നു ദേഷ്യം. പിന്നെ സൂരജിനെ കിട്ടെന്ന് പറഞ്ഞപ്പോൾ അതായി ദേഷ്യം. പിന്നെ അവൾ അനുഭവിച്ചതൊക്കെ
അറിഞ്ഞപ്പോൾ കുറ്റബോധമായി. അമ്മ വന്ന് ശകാരിക്കുന്ന പോലെ. പിന്നെ ഞാൻ അവളെ അമ്മയെപ്പോലെ തന്നെ കണ്ടു. ഞാൻ കാരണം ഞാൻ അവളെ സ്നേഹിച്ചിരുന്നേൽ പാവം ഇത്ര അനുഭവിക്കേണ്ടിയിരുന്നില്ല. വൈഷ്ണവിൻ്റെ കണ്ണുകൾ അപ്പോൾ നിറയുന്നുണ്ടായിരുന്നു. ദക്ഷി നോക്കിക്കാണുകയായിരുന്നു അവൻ്റെ മാറ്റങ്ങൾ. പാവാണ് അവള്. ഇനിയും വിഷമിക്കരുത്. നിങ്ങൾക്കൊക്കെ വേണ്ടെന്ന് തോന്നിയാൽ പറയണം, ഞാൻ കൊണ്ടുപോക്കോളാം. നന്നായി. അതിന് ഏട്ടൻ സമ്മതിക്കണ്ടേ? ഏട്ടനൊക്കെ കൂടുതൽ നമ്മൾ അവളെ സ്നേഹിക്കുന്ന പോലും ഇഷ്ടമല്ല ഏട്ടന്. പിന്നെ അവളെ വേദനിപ്പിച്ചവരെ അവളെപ്പോലെ ഏട്ടനും ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അവളിവിടെ ഇല്ലാതിരുന്നപ്പോൾ ഞങ്ങളൊക്കെ അനുഭവിച്ച ഒരു വീർപ്പുമുട്ടലുണ്ടല്ലോ, പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവളെ ഞങ്ങളുടെ അടുത്തുനിന്ന് കൊണ്ടുപോകാമെന്ന് കരുതണ്ട. വീണ്ടും സംസാരങ്ങൾ നീണ്ടു. പിന്നെ സംസാരത്തിൽ ചിരികളും തമാശകളും പൊട്ടിമുളച്ചു. പിന്നെ അവർ അകത്തേക്ക് വന്നു. ദിവ്യ മഹാദേവനെ തുറിച്ചു നോക്കുന്നുണ്ട്. മഹാദേവൻ തെറ്റ് ചെയ്ത കുഞ്ഞിനെ പോലെ തലകുനിച്ച് ചിരിപ്പുണ്ട്. ഇനി അച്ഛനത് ആവർത്തിക്കരുത്. ആവർത്തിക്കൂ. അല്ല മോളെ, ഞാനല്ല, ഈ പ്രിയ എനിക്ക് ലഡ്ഡു കൊണ്ട് തന്നത്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. നിവി പ്രിയ ഒന്ന് തുറിച്ചു നോക്കി. മോളെ, അമ്മ പറഞ്ഞെന്നുള്ളത് നേരാ. ലഡ്ഡു ഒന്ന് കഴിച്ചെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴേക്കും കയ്യിലിരുന്ന പാക്കറ്റ് ഫുൾ തട്ടിപ്പറിച്ച് കഴിച്ചതാ. അച്ഛനെത്തിരി കൂടുന്നുണ്ട്. ഷുഗർ കൂടാൻ വേണ്ടി. ഈ ഞാൻ പറയുന്ന മധുരം തൊട്ടാ മഹാദേവനാണ് ശിവനാണെന്നൊന്നും ഞാൻ നോക്കില്ല. ചിവി പിഴുതെടുക്കും. അവൾ മകനെ ശകാരിക്കുന്ന അമ്മയെപ്പോലെയായിരുന്നപ്പോൾ ദക്ഷി ചിരി കടിച്ച് പിടിച്ച് നോക്കുന്നുണ്ട്. വൈഷ്ണവ് അവളെ തന്നെ മിഴിച്ചു നോക്കുന്നുണ്ട്. ഞാൻ കഴിക്കില്ല. അയാൾ മുഖം കിറവിച്ചു വെട്ടിത്തിരിച്ചു. നിവി എന്തോ വലിയ കാര്യം സാധിച്ചതുപോലെ ജഗിലിരുന്ന വെള്ളം ഒറ്റ വലിക്ക് കുടിച്ചു. അതുകൂടി കണ്ടപ്പോ ശരിക്കും ദക്ഷയ്ക്ക് ചിരി പൊട്ടി ചിരിച്ചു പോയി. അത് പിന്നെ എല്ലാവരിലും പടർന്നു. അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞു. എല്ലാവരും ഹാളിലിരിപ്പായി. വൈഷ്ണവ് പതിയെ അവരോട് പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ആഹാരമെല്ലാം കഴിച്ചു. വൈഷ്ണവ് അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. നിവിയുടെ ചിരിച്ച മുഖം കണ്ട് അവനൊരു സമാധാനമായിരുന്നു. വൈകിട്ട് ധ്രുവ് വന്നപ്പോൾ ആരെയും ഹാളിൽ കാണുന്നുണ്ടായിരുന്നില്ല. വീട്ടിലൊരു അനക്കമില്ല. അവൻ നെറ്റിച്ചുളിച്ചു. അടുക്കളയിൽ പോയി. അവിടെയും ആരുമില്ല. അപ്പോഴേക്കും പാട്ടിൻ്റെ ശബ്ദം കേട്ടു. അവൻ ആ ശബ്ദം വരുന്നിടത്തേക്ക് നടന്നു. ചിലങ്കയുടെ ശബ്ദവും കേൾക്കാമായിരുന്നു. അപ്പോഴും അവന് മനസ്സിലായി ദക്ഷി ചിലങ്കണിഞ്ഞു ഡാൻസ് കളിക്കുന്നതാകുമെന്ന്. അവനൊന്ന് മനോഹരമായി പുഞ്ചിരിച്ചു. അങ്ങോട്ടേക്ക് നടന്നു. ധ്രുവ് പക്ഷി അങ്ങോട്ടെത്തിയപ്പോഴേക്കും ഞെട്ടിപ്പോയി. നിവിയായിരുന്നു. അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ വന്നതാരും അറിഞ്ഞില്ല. അവൾ പാട്ട് കേട്ട താളത്തോടെ പാട്ടിൽ ലയിച്ചു ഓരോ ചുവടുകൾ വെക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഓരോ ചുവടും അവൻ കൗതുകത്തോടെ നോക്കി നിന്നു. ആവേശത്തിൽ അവളെ വീണ്ടും മനോഹരിയായ പോലെ അവൻ്റെ നെഞ്ചെന്തിനോ പിടയ്ക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും മനോഹരമായിരുന്നു. ആവേശത്തിൽ അവള് உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல் கமலனி நானே ராம கமரிகரிச உன்னை காணாமல் தென் நெஞ்சு தடுமாறுதே விதையில்லாமல் வேறில்லை நளின மூக சாமள கங்கா தீம் தீம் கருதுன்னா நடன பாவ இளையலிங்க கருதிம் தீம் தீம்னா சரி வர தூங்கா துவாடு
అనుదినమునకాగ ఎంగు రాధాదాన్ ఉనకెన రాധാదాన్ ఉనకొരു రాധാదాన్. പാട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൈയടിച്ചു. ദക്ഷ അവളെ പോയി കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് ധ്രുവ് അവിടെ നിൽക്കുന്നത് നിവി കണ്ടത്. നിവി നോക്കുന്ന കണ്ട് എല്ലാവരും നോക്കി. പക്ഷെ ധ്രുവിൻ്റെ മുഖത്ത് ഗൗരവമായിരുന്നു. ധ്രുവ, നീ എപ്പോൾ വന്നു? കുറച്ച് സമയമായി അമ്മ. സാഹു, കണ്ടോ എൻ്റെ നിവി ഡാൻസ് കളിച്ച്? നന്നായിരുന്നില്ലേ? ആ, കുഴപ്പമില്ല. വലിയ താല്പര്യമില്ലാത്ത പോലെ ധ്രുവ് പറഞ്ഞു. നിവി മുഖം കറുപ്പിച്ചാകെ പെരുകെ കെട്ടി ചവിട്ടിക്കൊലിക്ക് റൂമിലേക്ക് പോയി. കഷ്ടമുണ്ട് ധ്രുവ്, കുഞ്ഞിനെ ചുമ്മാ വിഷമിക്കുന്നത്. അവനൊന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. അവിടെ നിന്നും പോയി. ധ്രുവ് ചെന്നപ്പോഴേക്കും നിവി മുഖം വീർപ്പിച്ച് കട്ടിലിരുന്നു കൊണ്ട് കാലിൽ ചിലങ്കയക്കുകയായിരുന്നു. ധ്രുവ് കട്ടിലേക്കിരുന്നു. സത്യം പറഞ്ഞ എന്തിനാ മുഖം വീർപ്പിക്കുന്നത്? കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയുന്നല്ലേ ശരി. നിവി അവനൊന്ന് കൂർപ്പിച്ച് നോക്കി. എന്നിട്ട് വീണ്ടും ചിലങ്ക അയക്കാൻ തുടങ്ങി. ധ്രുവ് അവളുടെ കാലുകൾ പിടിച്ചു അവൻ്റെ മടിയിലേക്ക് വെച്ചു. എന്നിട്ട് ചിലങ്ക അഴിക്കാൻ തുടങ്ങി. അവൾ അപ്പോഴും മുഖം കൂർപ്പിച്ച് നോക്കിയിരുന്നു. അപ്പോഴേക്കും അവൻ അവളെ കള്ളച്ചിരിയോടെ നോക്കി പാടി തുടങ്ങി. അവൾ അവനെ തന്നെ കൗതുകത്തോടെ വിടർന്ന കണ്ണുകളോടെ നോക്കിയിരുന്നു. അത്ഭുതത്തോടെ പാടിക്കൊണ്ട് തന്നെ അവൻ ചിലങ്ക അയച്ചു കഴിഞ്ഞു. അവൻ്റെ ശബ്ദം അവളിൽ മഞ്ഞു തുള്ളിയായി പതിച്ചിരുന്നു. അവൾ അവിശ്വസനീയതയോടെ തന്നെ നോക്കിയിരുന്നു. അവൻ അവളിലേക്ക് നീങ്ങി. എന്താ നിധി, നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? നിവി അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. കവിളിലാഞ്ഞു മൊത്തി. ധ്രുവിൻ്റെ കണ്ണുകളൊന്ന് കുറുകി. അവന് സ്വയം ശ്വാസം വിലങ്ങുന്ന പോലെ തോന്നി. അവൾ ചുണ്ടുകൾ അകറ്റി അവനെ നോക്കി. എന്നിട്ട് വേഗം എഴുന്നേറ്റു. കയ്യിൽ കിട്ടിയ തുണിയുമായി വാഷ്റൂമിലോടി. അപ്പോഴും ധ്രുവ് അവൾ കൊടുത്ത ഉമ്മയിൽ കുരുങ്ങിയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. കാത്തു തിരികെ പോയി. മഹി പിന്നെ വിളിച്ചില്ല. വൈഷ്ണവ് കൂടെ ദക്ഷയെ കാണാൻ വീട്ടിൽ വരും. പക്ഷെ സത്യത്തിൽ അവൻ്റെ ലക്ഷ്യം നിവിയെ കാണുക എന്നതാണ്. അവൾ ഇപ്പോഴും അവനോട് മിണ്ടാറില്ല. നിവിയാണിപ്പോൾ വീട്ടിലെ ഭരണമെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും കൂടെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ധ്രുവ് പറയുന്നത്. ആമി നിവിയുമായി ഇപ്പോൾ നല്ല അടുപ്പത്തിലാണ്. സ്കൂൾ വിട്ടിപ്പോൾ നേരെ നിവിയെ കാണാൻ പോരും. അർജുൻ വരുമ്പോൾ വിളിച്ചുകൊണ്ട് പോകും. ധ്രുവ് ഇപ്പോൾ താമസിച്ചാണ് വരാറ്. എന്നും കാത്തിരിക്കുന്ന രീതിയിൽ നിവി ഹാളിൽ ഇരിക്കും. ദിവസങ്ങൾ കഴിയുന്തോറും നിവിയുടെ കുഞ്ഞു വാശികളും പരിഭവങ്ങളും കൂടി വരുന്നുണ്ട്. എല്ലാവരും അത് ആസ്വദിക്കാറുമുണ്ട്. കുഞ്ഞിലെ തൻ്റെ അച്ഛനിൽ നിന്നും ചേട്ടിൽ നിന്നും എന്തൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ നിവി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇവിടെ നിന്ന് സാധിക്കാറുണ്ട്. നിവിയും ദക്ഷയും പഠിക്കാൻ പോയിട്ട് വന്നു. ആമി ടൂർ പോയത് കൊണ്ട് തന്നെ 3 ഡേ വരില്ല. ആമിയും അർജുനുമാണ് പോയത്. നിവി ചെന്നുടനെ തന്നെ ബാഗൊക്കെ മാറ്റി ഫ്രഷായി ഹാളിൽ വന്നു. പതിവ് പോലെ ദേവിയമ്മ 2 പേർക്കും വാരിക്കൊടുക്കും. അവർ TV കണ്ടിരിക്കും. ഇത് കണ്ടാണ് ദിവസവും മഹാദേവനും പ്രിയയും വരുന്നത്. എൻ്റെ ദൈവമേ, ഇതൊക്കെ LKG പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ. അതുങ്ങളെ നോക്കുന്ന പോലെയാ ഇതിനൊക്കെ ഇപ്പോൾ നോക്കുന്നേ. നിവിയും ദക്ഷയും ഒന്ന് ഇളിച്ചു. നിവി മഹാദേവനെ പോയി കെട്ടിപ്പിടിച്ചു. മഹാദേവൻ അവളെ അരുമയായി തലോടി നെറ്റിയിൽ ഉമ്മ വെച്ചു. അവൾ അയാളെ നോക്കി കള്ളച്ചിരി ചിരിച്ചു. എനിക്കറിയാലോ എൻ്റെ കൊച്ചെന്തിനെ കെട്ടിപ്പിടിക്കുന്നെന്ന്. നിവി ഒന്ന് ഇളിച്ചു. അദ്ദേഹം ബാഗിൽ നിന്നും ഐസ്ക്രീം എടുത്തു കൊടുത്തു. അവൾ അത് വേടിച്ച് ദക്ഷയെ നോക്കി. പിന്നെ 2 പേരും അത് മുഴുവനും കഴിച്ചു. അതെ, ധ്രുവിനോട് പറയല്ലേ, നിനക്കൊക്കെ ഇനി തണുപ്പൊന്നും മേടിച്ചു തരണ്ടെന്നാ പറഞ്ഞേക്കുന്നേ. കഴിഞ്ഞ ആഴ്ച പനി പിടിച്ച് കിടന്നപ്പോൾ ഇനി എന്നൊന്നും പറയാൻ ബാക്കി വെച്ചിട്ടില്ല. ചേട്ടനൊന്നും പറയുന്നത് ഞങ്ങൾ കേട്ടില്ലല്ലോ. അവൻ വാഗൊണ്ട് പറയണ്ടല്ലോ. പറയുള്ളതെല്ലാം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. അച്ഛനായി പോയില്ലെന്ന് ഓർത്താ അവൻ വാഗൊണ്ടൊന്നും പറയാത്തത്. എല്ലാവർക്കും അദ്ദേഹം പറയുന്ന കേട്ട് ചിരിയാണ് വന്നത്. പതിവ് പോലെ രാത്രി എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയതും നിവി അവന് വേണ്ടി ഹാളിൽ കാത്തിരുന്നു. ദക്ഷ്യയും കൂടെ ഇരിക്കാറുണ്ട്. പിന്നെ അവളുടെ ഉറക്കം കളയണ്ടെന്ന് കരുതി നിവി അവളെ ഓടിക്കും. കാർ വരുന്ന ശബ്ദം കേട്ടതും നിവിയുടെ കണ്ണുകൾ വിടർന്നു. അവൾ ചാടി എഴുന്നേറ്റു പുറത്തേക്കിറങ്ങി. കുഞ്ഞുങ്ങൾ അമ്മ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഓടിച്ചെല്ലുകയും ചിരിക്കൊന്നും കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെയായിരുന്നു നിവിയും. അപ്പോൾ ധ്രുവ് കാറിൻ്റെ പുറത്തിറങ്ങിയതും നിവി 2 കൈകൾ ഇരുവശത്തായി പൊക്കി നിന്നു. ധ്രുവ് അടുത്ത് വന്ന് അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. നിവി വേഗം കൈ താത്തി ഇട്ടുമുഖം കൂർപ്പിച്ചു. ഇതിപ്പോൾ സ്ഥിരമുള്ളതാണ്. ധ്രുവ് വരുന്നത് കാണുമ്പോൾ കൈയും പൊക്കി നോക്കും. അപ്പോൾ അവൻ എടുത്തോണ്ട് വരും. ദക്ഷ ഇല്ലെങ്കിൽ, ദക്ഷ ഉണ്ടെങ്കിൽ നല്ല കൊച്ചാണ്.
ഇല്ലെങ്കിൽ മാത്രം എടുക്കണം എന്നൊക്കെ വാശി. മുഖം കറുപ്പിച്ച് നിൽക്കുന്നത് കണ്ടതും ധ്രുവ് അവളെ കൂർപ്പിച്ച് നോക്കി തന്നെ പൊക്കിയെടുത്തു. നിവിയുടെ മുഖം അപ്പോൾ തിളങ്ങി. എല്ലാവരും ഉറങ്ങിയോ? അവരൊക്കെ ഉറങ്ങി. ഞാൻ കാത്തിരുന്നു.